കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട ഇ.ഡി. ഉദ്യോഗസ്ഥനെ മേഘാലയയിലേക്ക് സ്ഥലമാറ്റം. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഷില്ലോങ് സബ് സോണൽ ഓഫീസിലേക്കാണ് മാറ്റിയത്. ശേഖർ കുമാറിനെതിരെ ഇ.ഡിയുടെ ആഭ്യന്തര അന്വേഷണവും നടക്കുകയാണ്. ഇ.ഡി കൊച്ചി സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ശ്രീനഗറിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയെങ്കിലും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. കേസൊതുക്കാൻ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചെന്ന വിജിലൻസ് കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ.ഡി കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ ഇ.ഡി ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ശേഖർ കുമാറിനെയും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെയും സ്ഥലം മാറ്റിയത്. ഡൽഹി ഇ.ഡി ഡയറക്ടറേറ്റിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്. ശേഖർ കുമാറിനെ ഷില്ലോങ് സബ് സോണൽ ഓഫീസിലേക്കും പി രാധാകൃഷ്ണനെ ശ്രീനഗർ സോണൽ ഓഫീസിലേക്കുമാണ് മാറ്റിയത്. രണ്ട് വ്യത്യസ്ത ഉത്തരവുകളിലാണ് സ്ഥലം മാറ്റങ്ങൾ. കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ സ്ഥലം മാറ്റ പട്ടികയിൽ ഉൾപ്പെട്ട പി രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ശേഖർ കുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തിറങ്ങിയത്. കൈക്കൂലി കേസിൽ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ശേഖർ കുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് അന്വേഷണം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പി രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ഡയറക്ടറായി ചെന്നൈയിലേക്ക് മാറ്റിയിരുന്നു. വീണ്ടും തിരികെ കൊച്ചിയിലേക്ക് എത്തിയ പി രാധാകൃഷ്ണൻ അന്വേഷണ യൂണിറ്റുകളിൽ ഒന്നിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. ജനം, കൊച്ചി.